ലൈവിൽ ഇപ്പോൾ ടാസ്കുകൾ അവസാനിച്ചിരിക്കുകയാണ്. വീക്കിലി ടാസ്കിലെ ഇന്നത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ഇന്നത്തെ ബ്ലാക്ക് കോയിൻ കൊടുത്തിരിക്കുന്നത് അക്ബറിനും അഭിലാഷിനുമാണ്. അഭിലാഷിന് 2 കോയിനും അക്ബറിന് 1 കോയിനുമാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കൈവശമുള്ളവർ അടുത്ത ആഴ്ചയിലെ നോമിനേഷനിലേക്ക് ഉൾപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇന്നലെ ഓൾറെഡി 2 ബ്ലാക്ക് കോയിൻ നൂറ തന്നെ സ്റ്റോർ റൂമിൽ വെച്ചതുകൊണ്ട് അത് നൂറയുടെ പേരിൽ ചേർക്കപ്പെടും. അങ്ങനെ ആ 2 കോയിനുകൾ നൂറയുടെ പേരിലും അഭിലാഷിൻ്റെ പേരിലും ഇപ്പോൾ നിലവിൽ 2 ബ്ലാക്ക് കോയിനുകളുണ്ട്. ഈ അവസ്ഥയിൽ ഒന്നെങ്കിൽ അഭിലാഷ് അല്ലെങ്കിൽ നൂറ അടുത്ത ആഴ്ചയിലെ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. പക്ഷേ നാളെ ഒരു റൗണ്ട് കൂടിയുണ്ട്. അപ്പോൾ നാളെ ആർക്കൊക്കെ ബ്ലാക്ക് കോയിൻ കൊടുക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും ആരാണ് നോമിനേഷനിലേക്ക് പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ഇന്നത്തെ റൗണ്ടിൽ 3 ഗോൾഡ് കോയിൻ വീതം 3 പേർക്ക് ലഭിച്ചിരുന്നു. ജിഷിനും നൂറയ്ക്കും അതുപോലെ തന്നെ ബിന്നിക്കുമാണ് 3 ഗോൾഡ് കോയിൻ വീതം ലഭിച്ചത്. അവർ മാത്രമാണ് ആത്മാർത്ഥമായിട്ട് നൂറയുടെ കൂടെ നിന്ന് ആ ഒരു ചെരുപ്പ് ഉണ്ടാക്കാൻ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്തത്. ബാക്കി എല്ലാവരും തന്നെ അക്ബർ എന്ന തൊഴിലാളി നേതാവ് പറയുന്നത് കേട്ടിട്ട് യൂണിയൻ നേതാവ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാരും തന്നെ പണിയെടുത്തില്ല. അവർക്ക് ഇന്നലെ പണിയെടുത്തതിൻ്റെ വേതനം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അവർ പണി മുടക്കിയത്. എന്തായാലും 2 ബ്ലാക്ക് കോയിൻ അഭിലാഷിനും 1 അക്ബറിനും 2 നൂറയുടെ കൈവശവുമാണ് നിലവിലുള്ളത്. നാളെ ആർക്ക് ബ്ലാക്ക് കോയിൻ കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ചയിലേക്ക് നോമിനേഷനിലേക്ക് ഒരാൾ ഡയറക്റ്റായിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കും. അതാരാണെന്ന് നമുക്ക് നാളെ അറിയാം.